ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്ക് സംസ്ഥാന ബഡ്ജറ്റിൽ അംഗീകാരം. തൂതപ്പുഴയ്ക്ക് കുറുകെ കാളിക്കടവിൽ പുതിയ പാലവും വിവിധ റോഡുകളുടെ നവീകരണത്തിനായും ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. 2025-26 വർഷത്തിൽ സംസ്ഥാന ബഡ്ജറ്റിൽ 67 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുക. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ സ്വദേശികളുടെയും മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് സ്വദേശികളുടെയും ചിരകാല സ്വപ്നമായ കാളിക്കടവ് പാലം നിർമ്മിക്കുന്നതിന് 25 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപയും, തൃക്കടിരി മാങ്ങോട് റോഡ് നവീകരണം, ചെർപ്പുളശ്ശേരി EMS റോഡ് നവീകരണം, നെല്ലായ ഗ്രാമപഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കൽ, ചളവറ ടൗൺ നവീകരണം, വെള്ളിനഴി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണം, ചെർപ്പുളശ്ശേരി പന്യംകുറിശി തൂത റോഡ് നവീകരണം 2ാം ഘട്ടം എന്നീ പദ്ധതികൾക്ക് ഓരോ കോടി രൂപ വീതവും തുക അനുവദിച്ചിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭ ഓഫീസ് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയും, അനങ്ങനടി മൃഗാശുപത്രി, വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് 50 ലക്ഷം രൂപ വീതവും, വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ പറളശ്ശേരി കുളം, അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ പനമണ്ണച്ചെറുകുളം, പണിക്കരിക്കുളം എന്നീ കുളങ്ങൾ നവീകരിക്കുന്നതിന് 2 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ കൈലിയാട് എലിയപ്പറ്റ റോഡ് നവീകരിക്കുന്നതിന് 15 കോടി രൂപയും, വെള്ളിനേഴി കുളക്കാട് പകരാവൂർ കല്ലുവഴി റോഡ് നവീകരിക്കുന്നതിന് 3 കോടി രൂപയും, വാണിയംകുളം മൃഗാശുപത്രി ആധുനികവൽക്കരിക്കുന്നതിന് 3 കോടി രൂപയും, തൃക്കടീരി തരുവക്കോണം ചളവറ റോഡ് നവീകരണ പ്രവൃത്തികൾക്കായി 2 കോടി രൂപയും, ഷൊർണൂർ VHSE സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയും, അനങ്ങനടി വെള്ളാരംപാറ പത്താംകുളം തോട് നവീകരിച്ച് സംരക്ഷിക്കുന്നതിന് 1 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി വന്നിരിക്കുന്നു. 67 രൂപയുടെ വികസന പ്രവർത്തനങ്ങളായിരിക്കും 2025-26 സാമ്പത്തിക വർഷത്തിൽ നടക്കുക.